ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരവും ജപ്പാൻ ജ്വരവും വെസ്റ്റ് നൈൽ പനിയും ആശങ്ക പരത്തുന്നു. ജലജന്യ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെ 5 പേർക്ക് സ്ഥിരീകരിച്ചു. ഒരു നഴ്സ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. 3 പേർ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. വെസ്റ്റ് നൈൽ പനി ഇതുവരെ ഒരാൾക്കാണ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ പനി എന്നിവ ആശങ്ക പടർത്തുന്നു. ജലജന്യ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെ 5 പേർക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു നേഴ്സ് ഉൾപ്പെടെ 2 പേർ മരണമടയുകയും ചെയ്തു. 3 പേർ ചികിത്സയിലാണ്. അതേസമയം ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. ചേർത്തല, തണ്ണീർമുക്കം എന്നിവിടങ്ങളിൽ 2 പേർക്കാണ് ജപ്പാൻ ജ്വരം കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. 2016-ൽ ആലപ്പുഴ ജില്ലയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കണ്ടെത്തിയത്. ശരിയായ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ രോഗവ്യാപനം തുടർന്ന് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കണ്ടുവരുന്ന സൂക്ഷ്മജീവിയാണ് രോഗകാരി. ഇവ തലച്ചോറിലെത്തിയാണ് രോഗബാധയുണ്ടാകുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കഞ്ഞിക്കുഴി സ്വദേശിനിയായ 65-കാരിക്കാണ് ജില്ലയിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇവരിപ്പോഴും ചികിത്സയിലാണ്. പക്ഷികളിൽ നിന്നും കൊതുകുകൾ വഴി മനുഷ്യരിലേക്ക് എത്തുന്ന ഫ്ലാവി വൈറസ് ആണ് രോഗകാരി. തലവേദന, പനി, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. CDNet ന്യൂസ്, കായംകുളം.